أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد اللهم اغفر لنا وارحمنا ولوالدينا ولجميع المؤمنين والمؤمنات. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഇൽമിയായ ഒരുമിക്കൽ അള്ളാഹു സ്വീകരിക്കട്ടെ. ഹബീബായ മുത്തുനബിയുടെ ശഫാഅത്തും അവിടുത്തെ മഹബത്തും കിട്ടാൻ അള്ളാഹു ഇതൊരു കാരണമാക്കി തീർക്കട്ടെ. ബാബു മാ ജാ ഫി ലഹീഖി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ ചിരി എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. നബി തങ്ങൾ ചിരിച്ചിരുന്നല്ലോ, അപ്പോൾ അതെങ്ങനെയായിരുന്നു എന്നുള്ളതാണ് പാഠം. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു യാത്ര പോകുമ്പോൾ വീട്ടിൻ്റെ മുറ്റത്തെത്തിയപ്പോൾ മുറ്റത്ത് ഇറങ്ങി വാഹനപ്പുറത്ത് കയറിയപ്പോൾ ഒന്ന് ചിരിച്ചു. ഒരു കാരണവുമില്ലാതെ ചിരിച്ചു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അൽഹംദുലില്ലാ 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 സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ എന്ന ദിക്റൊക്കെ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ഒന്ന് ചിരിച്ചു. അപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, അല്ല എന്തിനിപ്പോൾ നിങ്ങൾ ചിരിച്ചത് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചിരിച്ചിട്ടുണ്ട്, അപ്പോൾ ഞാൻ ചിരിച്ചതാണെന്നാണ്. നബി തങ്ങളുടെ ചിരിയെക്കുറിച്ച് പറയുന്ന പാഠമാണ്. عن جابر بن سمرة رضي الله تعالى عنه كان في ساق رسول الله صلى الله عليه وسلم حموشة. നബി തങ്ങൾ വക്കാനലായ ലഹക്കു ഇല്ലാത്ത തബസ്സുമൻ, നബി പുഞ്ചിരിയായിരുന്നു ഉണ്ടായിരുന്നത്, ചിരിക്കാറുണ്ടായിരുന്നില്ല, പുഞ്ചിരിക്കാറുണ്ടായിരുന്നു. ചിരി അറിയുമ്പോൾ പുഞ്ചിരിയും ചിരി അറിയില്ലേ, ഹി 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 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചിരിയില്ലേ, ആ ശബ്ദമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ശബ്ദമല്ലാത്ത രീതിയിലുള്ള പുഞ്ചിരിയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അതിന് മുമ്പൊരു കാര്യം പറയാണ്, നബിൻ്റെ രണ്ട് കാലുകളിൽ ഒരു മെലിച്ചിലുണ്ടായിരുന്നു. നബിൻ്റെ കാലെന്ന് പറഞ്ഞാൽ ഈ ഉദ്ദേശിക്കുന്നത് സാക്ക് എന്നാണ്, നെരിയാണിൻ്റെ മേലുള്ള സ്ഥലം. അവിടെ ഭയങ്കര തടി ഉണ്ടായ രസമല്ല, തൊട മാതിരി തൊണ്ടങ്കാലും തടിച്ച് കഴിഞ്ഞാൽ ബോറാണ്, അത് മന്താൻ തോന്നിപ്പോവും. മന്തിൽ നടക്കാൻ കണ്ടില്ലേ കാല്. അപ്പോൾ നബിൻ്റെ കാല് അങ്ങനെ ഒരു ആ രീതിയിൽ നല്ല അങ്ങനെയായിരുന്നു, തടിച്ചിട്ടായിരുന്നില്ല. കാല് എന്ന് പറഞ്ഞാൽ നെരിയാണിൻ്റെ അവിടെ കുറച്ച് കനം കുറവുണ്ടാകുക, കുറച്ച് വണ്ണം കുറയുക എന്നുള്ളതാണ് ഗുണം. അത് വണ്ണം കൂടിയാലൊരു ബോറാണ്. വക്കാനലായ യദ്ഹക്കു ഇല്ലാത്ത തബസ്സുമൻ വകുൻതു ഇദാ നദർതു ഇലൈഹി ഖുൽതു. ജാബിർ ഇബ്നു സമുറത്ത് റളിയല്ലാഹു അൻഹു പറയണം, ഞാൻ നബിനെ ഇങ്ങനെ നോക്കുമ്പോൾ ഞാനിങ്ങനെ പറയും, അല്ല എന്താ ഇത് അക്കഹ രണ്ട് കണ്ണിനൊക്കെ സുർമട്ടിക്കണമല്ലോ. വലൈസബി അക്കഹര, നബി സുർമട്ടതൊന്നുമല്ല, പക്ഷേ സുർമ ഇട്ടിട്ടില്ലെങ്കിൽ നബിൻ്റെ കണ്ണുകളിൽ സുർമൊക്കെ എഴുതിയതുപോലെ ഇങ്ങനെ തോന്നും. ആ രീതിയിലുള്ളൊരു ഭംഗി ഉണ്ടായിരുന്നു. ഹാരിസ് ഇബ്നു ജസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നുൽ ഹാരിസ് ഇബ്നു ജസ് എന്നിവർ പറയാണ്, മാ റഅയ്തു അഹദൻ അക്സറ തബസ്സുമൻ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളെക്കാൾ പുഞ്ചിരിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ട്. എപ്പോഴും ഒരു പുഞ്ചിരി ഉണ്ടാവും നബിൻ്റെ മുഖത്ത്, എല്ലാ സമയത്തും ഒരു പുഞ്ചിരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തുണ്ടാവും. ചില മനുഷ്യന്മാരൊക്കെ നമ്മൾ കാണാറുണ്ട്, എല്ലാവർക്കും ഒന്നും ഇല്ലെങ്കിലും ചില മനുഷ്യന്മാരെപ്പോൾ നോക്കിയാലും മുഖത്തൊരു പുഞ്ചിരി ഇങ്ങനെ ഉണ്ടാവും. ചില തങ്ങന്മാരെ മുഖത്ത് നോക്കിയാലൊക്കെ ഉണ്ടാവും, ഇപ്പോഴും ഒരു പുഞ്ചിരി ഇങ്ങനെ ഉണ്ടാവില്ല ആ സമയത്ത്. അവൻ നബിൻ്റെ ചിരി എന്ന് പറയുന്ന പുഞ്ചിരിയാണ്. അത് പൊതുവായിട്ട് ഏതെങ്കിലുമൊക്കെ സമയത്ത് ചെറുതായിട്ടൊക്കെ എന്തായാലും മഹാനായ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു തആല അൻഹു രേഖപ്പെടുത്തുന്നുണ്ട് കിതാബിൽ,
എന്താണത്, ഈ അത്ഭുതപ്പെടുന്നിടത്ത് ചിലപ്പോൾ ചെറുതായിട്ടൊക്കെ ചിരിക്കാൻ പറ്റും. അതുകൊണ്ട് ഒരാളെ വ്യക്തിത്വം നഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഏതൊക്കെയോ ചില സന്ദർഭങ്ങളിൽ വളരെ കുറച്ച് മാത്രം ചിരിച്ചിട്ടുണ്ട്, ചെറിയൊരു ശബ്ദത്തോടു കൂടി. ഏതായാലും പെരുവ് വച്ചൊരു ഹാ 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 എന്ന് പറഞ്ഞിട്ട് ചില ആൾക്കാർ ഭയങ്കര ചിരിക്കുക, അത് ഏതായാലും ഒഴിവാക്കേണ്ടതാണ്. എല്ലാ സമയത്തും ശബ്ദം ഉണ്ടാക്കി ചിരിക്കുക എന്നുള്ളതും ഒഴിവാക്കേണ്ടതാണ്. എപ്പോൾ ചിരിക്കുകയാണെങ്കിലും ഒരു ഹേ 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 ഹോ 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 എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വെക്കും, അതില്ല. എപ്പോഴെങ്കിലുമൊക്കെ പറ്റും, എപ്പോഴെങ്കിലും പറ്റുന്നതും ഒരു ഓവർ സൗണ്ട് ആകരുത്. ഓരോരുത്തരും ആലോചിച്ച് നോക്കി, നമ്മളിപ്പോൾ നമ്മളെ ചിരിനെക്കുറിച്ചോ പുഞ്ചിരിനെക്കുറിച്ചോ ഒന്നും നമ്മളിപ്പോൾ നേരെ ആലോചിച്ച് നോക്കിയിട്ടുണ്ടാവില്ല. ഇത് അള്ളാഹുവിൻ്റെ റസൂലിന് അള്ളാഹു കൊടുത്തൊരു ഗുണമാണ്, സ്വഭാവമാണ്. അപ്പോൾ പിന്നെ വൈന്നക്കനാല ഖുലുഖിൻ അദീം, നബി അങ്ങ് ഏറ്റവും ഉന്നതമായ ഗുണമുള്ള ആളാണ്, സ്വഭാവമുള്ള ആളാണ് എന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ. നബി തങ്ങൾ ഏറ്റവും ഭംഗിയുള്ള ആളുമായിരുന്നു. അപ്പോൾ പിന്നെ അതാണ് ഇതിൻ്റെ പൂർണ്ണത. അപ്പോൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഇന്നത്തെ പാഠത്തിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ഒരു ഒച്ചയിൽ ഇങ്ങനെ ചിരിക്കുന്ന ഒരാളാണ്, പ്രത്യേകിച്ചും പെണ്ണുങ്ങളൊക്കെ ആകുമ്പോൾ അത് സൂക്ഷിക്കേണ്ടതാണ്. പുഞ്ചിരിയാണ് നബി തങ്ങൾക്ക് കൂടുതൽ 90% ഉണ്ടായിരുന്നത്. ചില ആൾക്കാർക്ക് പുഞ്ചിരി അറിയുന്നല്ല, ഒച്ച ഉണ്ടാക്കിയാൽ ചിരിച്ചാനേ അറിയുള്ളൂ. കൊക്കി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ കൊക്കി ചിരിച്ചുകൊണ്ട് വർത്താനം പറഞ്ഞുകൊണ്ട് അത് പരമാവധി കുറക്കണം. അൻ അബീ ദർ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറയണം, നബിൻ്റെ ഒരു പുഞ്ചിരിൻ്റെ ഒരു സംഭവം പറയണം. നബി തങ്ങൾ പറഞ്ഞു, ഇന്നി ലാലമു അബ്ബൽ റജുലി യദ്ഖുൽ, സ്വർഗത്തേക്ക് കയറുന്ന ആദ്യത്തെ ആളെ എനിക്കറിയാം, നരകത്തുനിന്ന് പുറത്തു വരുന്ന അവസാനത്തെ ആളെ എനിക്കറിയാം. നബി പറയാണ്, സ്വർഗത്തേക്ക് കയറുന്ന ഒരാദ്യത്തെ മനുഷ്യൻ, നരകത്തുനിന്ന് പുറത്തു വരുന്നൊരു മനുഷ്യൻ, ഇവരൊക്കെ എനിക്കറിയാം. ഇവിടുന്ന് നബി തങ്ങൾ പറയണം, അയാളെ കൊണ്ടുവരും ഖിയാമത്ത് നാളിൽ. അതുകൊണ്ട് അല്ലാഹു തആല പറയും, ഏരിദു അലൈഹി സിഹാറ ദുനൂബിഹി വയഖബ്ബവന്, അവൻ്റെ ചെറുദോഷങ്ങളൊക്കെ ഒന്ന് അവന് പറഞ്ഞു കൊടുക്കുകയെന്ന് പറയും. വൻദോഷങ്ങളൊന്നും പറഞ്ഞു കൊടുക്കൂലേ, വൻദോഷങ്ങളൊക്കെ ഒന്നും പുറത്തെടുക്കാതെ ഒളിപ്പിച്ച് വെച്ചിട്ട് ചെറുദോഷങ്ങളൊക്കെ അവനിങ്ങനെ എണ്ണിക്കൊടുക്കാൻ വേണ്ടി പറയും. അപ്പം മലക്കൾ ഇങ്ങനെ എണ്ണിക്കൊടുത്ത് പറയും, അമിൽ തയോമ കഥ അവക്കഥ അവക്കഥ, ഇന്ന തീയതിയിൽ നീ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഇന്ന തീയതി ഇന്ന തെറ്റ് ചെയ്തിട്ടുണ്ട്, ഇന്ന തീയതി ഇന്ന തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മലക്കൾ ഓരോന്ന് അവൻ്റെ മുന്നിൽ പറഞ്ഞുകൊണ്ടിരിക്കും. വഹോ മുഖിറുലായിങ്കറു, അപ്പോൾ അതൊക്കെ കേട്ടോ ഇങ്ങനെ സമ്മതിക്കണം. അപ്പോഴാണ് ഓർമ്മ വരുന്നത്, നമ്മളൊക്കെ മറന്നു പോയിട്ടുണ്ടാവുമല്ലോ, പക്ഷെ അവിടെ വരുമ്പോൾ അവനത് ഓർമ്മ ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ ചെറുദോഷങ്ങളും തീയതി അടക്കം നമുക്ക് ഓർമ്മ ഉണ്ടാവും. അപ്പോൾ അവൻ നിഷേധിക്കൂല. പക്ഷേ ഓൻ്റെ ഒരു മനസ്സിൽ പേടിയുണ്ട്. എന്താ അറിയോ, ചെയ്ത ചെറുദോഷങ്ങൾ മാത്രമല്ലേ പറയുന്നുള്ളൂ, വൻദോഷം ഒന്നും പറയുന്നില്ലല്ലോ, എന്താ അത്, വൻദോഷത്തെ പറയോ എന്നൊരു ബേജാറിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ചെറുദോഷം ഇങ്ങനെ കേൾക്കുന്നുണ്ട്, ഞാൻ ചെയ്തിക്കണ് എന്ന് പറയുമ്പോഴും അവൻ്റെ ഉള്ളിലുള്ള പേടി എന്താ, ഞാൻ ഇപ്പം അങ്ങനൊരു വൻദോഷം വലിയ പാപ്പൊക്കെ ചെയ്തിരുന്നല്ലേ, അതൊന്നും ഇപ്പോൾ കേൾക്കണില്ലല്ലോ. അവൻ ബേജാറിങ്ങനെ നിൽക്കുക. ഈ ബേജാറിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അള്ളാഹ് പറയും, തൂഹു മക്കാന കുല്ലി സയ്യത്തിന് അമലഹ ഹസന. അപ്പോൾ അവൻ പറയും, അവൻ ചെയ്ത ഓരോ തെറ്റിൻ്റെയും സ്ഥാനത്ത് ഓരോ പ്രതിഫലം അവന് കൊടുത്തേക്കുക എന്ന് പറയും. അല്ലാഹു തആല മലക്കളോട് പറയാണ്, ഓൻ ചെയ്ത തെറ്റില്ലേ, ആ ചെയ്ത തെറ്റിൻ്റെ സ്ഥാനത്തൊക്കെ അവന് പുണ്യകരമാക്കണം എന്നറിയും. അതിലവനങ്ങോട്ട് സന്തോഷമാവും. അപ്പോൾ അവൻ പറയും, അല്ല ഇവിടെ വായിക്കാത്ത കുറേ തെറ്റുണ്ടല്ലോ, ഇവിടെ കുറേ വായിച്ചിട്ടില്ലല്ലോ, കുറേ വായിക്കാത്ത കുറേ തെറ്റ്. അപ്പോൾ അവൻ വിചാരിക്കണേ, ഈ ചെറുദോഷങ്ങളൊക്കെ എണ്ണി 100 കണക്കിനുണ്ട്, അതിനൊക്കെ സ്ഥാനത്ത് ഓരോ പുണ്യകരമാക്കിയിട്ട് നിൽക്കാറോ നോമ്പൊക്കെ ആയിട്ട് എഴുതാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഓന് ആവേശം കയറിയിട്ട് പറയണേ, ഈ കുറേ തെറ്റ് പറഞ്ഞിട്ടില്ലല്ലോ, ഇവിടെ വായിച്ചിട്ടില്ലല്ലോ. അപ്പോൾ പ്രതീക്ഷിക്കുകയാണ് ഈ വൻദോഷത്തിൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്യും, വൻദോഷത്തിൻ്റെ സ്ഥാനത്തും ഈ സൽക്കർമ്മങ്ങൾ എഴുതുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്. ഇതിങ്ങോട്ട് പറഞ്ഞായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു, ഒരുപാട് നേരം പുഞ്ചിരിച്ചു എന്നുള്ളതാണ്. ചിരിക്കാൻ വകുപ്പുണ്ടല്ലോ, ഓൻ്റെ വർത്താനം എന്തോ രക്ഷപ്പെട്ടു പോകേണ്ട ഈ നേരത്താണല്ലോ ഓൻ പറയണത്, അല്ല എൻ്റെ വൻദോഷം ഇവിടെ, വൻദോഷം എണ്ണി പറഞ്ഞാൽ ആകെ വസലായി പോകില്ലേ. പക്ഷെ അവൻ ആവേശം കയറുകയാണ്, ഓരോ ചെറുദോഷത്തിൻ്റെയും സ്ഥാനത്ത് സൽക്കർമ്മങ്ങളാക്കണം എന്ന് പറഞ്ഞപ്പോൾ
അതാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുഞ്ചിരിച്ചു ഈ ഇവൻ്റെ വർത്താനം കേട്ടിട്ട്. ഈ മനുഷ്യൻ്റെ എല്ലാ തിന്മകളെ സ്ഥാനത്ത് നന്മകളാക്കാൻ കാരണം അവൻ തൗബ ചെയ്തിട്ടുണ്ടായിരുന്നു. ആത്മാർത്ഥമായി തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങി. ഖുർആൻ പറയുന്നുണ്ടല്ലോ ആ വിഷയം. ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സാലിഹൻ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. തൗബ ചെയ്ത് ആമന വിശ്വസിച്ചു, വഅമില അമലൻ സ്വാലിഹൻ സൽക്കർമ്മങ്ങൾ ചെയ്തു. തൗബ ചെയ്തു, ഈമാൻ കൊണ്ടു, സൽക്കർമ്മങ്ങൾ ചെയ്തു. അപ്പോൾ തെറ്റുന്നൊക്കെ മടങ്ങിയിട്ട് പിന്നെ സൽക്കർമ്മത്തിലേക്ക് മടങ്ങി. അങ്ങനത്തെ മനുഷ്യന് ഫഉലൈക ബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അവൻ്റെ മോശപ്പെട്ട പ്രവർത്തനങ്ങളെയൊക്കെ അല്ലാഹു തആല സൽക്കർമ്മങ്ങളാക്കി മാറ്റും. തൗബൻ്റെ പ്രത്യേകതയാണത്. അള്ളാഹനല്ലാതെ ആരാ അപ്പം നിനക്ക് കിട്ടുക? ഈ വിധത്തിലൊക്കെ പഠിച്ചവന് തൗബ ചെയ്യുമ്പോഴേക്ക് ആ ചെയ്ത തെറ്റിനെ പുണ്യകർമ്മ, കാരണം തൗബ ചെയ്യുക എന്നുള്ള ഭയങ്കര കൂലിയുള്ള കാര്യമല്ലേ, വലിയ കൂലിയുള്ള കാര്യമല്ലേ. ഹദ്ദസന ജരീർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു ഖാല മാ ഹജബനി റസൂലുള്ളാഹി മുൻദു അസ്ലംതു. ഞാൻ മുസ്ലിം ആയത് മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെത്തോട് മറഞ്ഞു നിന്നിട്ടില്ല. വലാ റആനി, എന്നെ കണ്ടിട്ടുമില്ല, ഇല്ല അല്ലാഹിക്ക, ചിരിച്ചിട്ടല്ലാതെ. എന്നെ കാണുമ്പോൾ കളിച്ചിരിക്കും. ജരീറിനെ കാണുമ്പോൾ ഒക്കെ റസൂലുള്ളാഹിക്ക് ഒരു ചിരിയായിരുന്നു. മൂപ്പര് രസമുള്ള മനുഷ്യനാണ്. ജരീറിനെ ഒരു നബിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു. അപ്പോൾ ഞാൻ വന്നാൽ പിന്നെ നബി ഇങ്ങോട്ട് മുന്നിലേക്ക് വരും. എന്നെ കാണുമ്പോൾ നല്ല ചെറിയ ജരീറെ എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊരു ശബ്ദം ഉണ്ടാക്കിയിട്ട് ജരീറിനെ കാണുമ്പോൾ ഒരു ചിരിയായിരുന്നു. ഒരിക്കൽ മൂപ്പര് ഓരോ മനുഷ്യനാണ്, മൂപ്പര് ചിരി എങ്ങനെ വരാതെക്കുക. മൂപ്പര് എപ്പം വാഹനപ്പുറത്ത് കയറിയാലും മറിഞ്ഞിട്ട് പോകും. എപ്പോൾ കുതിരപ്പുറത്ത് കയറിയാൽ അപ്പം മറിഞ്ഞിട്ട് പോകും. ഇതൊക്കെ ഒരു രസമാണ്. അവർക്ക് നബി എന്താ ഞാൻ അങ്ങനെ ബുഗണ എന്താ, എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൂപ്പരെ നെഞ്ചത്ത് ഇങ്ങനെ കൈയടിച്ച് പറഞ്ഞു, അല്ലാഹുമ്മ സബ്ബിതുഹു, ജരീറിനെ നീ കുതിരപ്പുറത്ത് ഉറപ്പിച്ച് നിർത്തണം എന്ന് പറഞ്ഞു. വജാലുഹു ഹാദിയ മഹ്ദിയ, ജരീറിനെ നീ എന്താക്കണം, സന്മാർഗം സിദ്ധിച്ച ആളും സന്മാർഗത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന ആളുമാക്കി മാറ്റണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദ്വാരുന്നിട്ടുണ്ട്. അതിനുശേഷം പിന്നെ മൂപ്പര് കുതിരപ്പുറത്തുനിന്ന് വീണ്ടില്ല. ആര്? മഹാനായ ജരീർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു. അപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീണ ആൾക്കാരാണ്. ഇന്നത്തെ പറ്റുന്നില്ലാണോ? അപ്പോൾ ഇത് ആൾക്കാരവിടെ പോറല്ലേ, എല്ലാവരും കുതിരപ്പുറത്ത് ഇങ്ങനെ പറക്കുമ്പോൾ മൂപ്പര് കയറി അങ്ങനെ വീഴുക എന്ന് പറഞ്ഞാൽ ഏതായാലും നല്ലൊരു ഇഷ്ടപ്പെട്ട ആളായിരുന്നു. അപ്പോൾ നബി മൂപ്പരത്തോട് ഒരിക്കലും മറഞ്ഞു നിന്നിട്ടില്ല. എന്നെ കാണുമ്പോഴൊക്കെ നബി നന്നായിട്ട് ചിരിക്കാറുണ്ടായിരുന്നു ബഹുമാനപ്പെട്ടവർ. ജരീർ റളിയല്ലാഹുവിൻ്റെ പ്രത്യേകതയെ ഉമർ ഖത്താബ് തങ്ങൾ പറയാറുണ്ട്, ജരീർ യൂസുഫ് ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ യൂസുഫാണെന്നൊക്കെ പറയാറുണ്ടായിരുന്നു. പിന്നെ മൂപ്പര് ഗോത്രത്തിലെ പ്രമുഖനായ വ്യക്തിയായിരുന്നു, ഗോത്രത്തലവനായിരുന്നു. മൂപ്പരെ കൊണ്ടാണ് ആ ഭാഗത്തുള്ള ആളുകളൊക്കെ മുസ്ലിമായി വന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരുപാട് ജിഹാദുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ യുദ്ധത്തിൽ നബി തങ്ങൾ വഫാത്തായതിനു ശേഷം ഒരു യുദ്ധം നടന്നപ്പോൾ ആ യുദ്ധത്തിൽ മൂപ്പരെ കണ്ണിലേക്ക് അമ്പ് ഇറച്ചു എന്നാണ്, കണ്ണ് നഷ്ടപ്പെട്ടു അമ്പ് ഇറച്ചിട്ട്. അപ്പോൾ മൂപ്പര് പറഞ്ഞു, എനിക്ക് അല്ലാഹു തആല വല്ലാത്തൊരു സൗന്ദര്യം തന്നു, ആ സൗന്ദര്യത്തിന് നഷ്ടപ്പെടുന്ന വിധത്തിൽ എൻ്റെ കണ്ണ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്, അള്ളാഹുവിൽ നിന്ന് ഞാൻ പ്രതിഫലം ആഗ്രഹിക്കുകയാണ്. ഒരുപാട് കാലം എൻ്റെ കണ്ണിന് അള്ളാഹു വെളിച്ചം തന്നു, ഇപ്പം അള്ളാഹു അത് എടുത്തു. അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ തന്നെയാണ് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച അവൻ എടുത്തു കളഞ്ഞത്, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. ഏതായാലും മൂപ്പരെ നാട്ടുകാർക്ക് മൂപ്പരോട് നല്ല ഇഷ്ടമായിരുന്നു, വല്ലാതെ ഇഷ്ടമായിരുന്നു മൂപ്പര്. അത്രയും നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ആളാണ്. അതുകൊണ്ട് തന്നെ നബി തങ്ങൾക്കും ഇഷ്ടമാകാനുള്ള കാരണം. ശരി, കുറേ പറഞ്ഞപ്പോൾ നമുക്ക് വിഷയം നീണ്ടുപോകും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വേറെ ഹദീസ് കേട്ടോ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
ഇന്നി ലാരിഫ് ആഖിറ അഹ്ലിന്നാരി ഖുറൂജൻ റജുലുൻ യഖ്റുജു മിൻഹാ സഹഫൻ. നരകത്തുനിന്ന് അവസാനം പുറത്തു വരുന്ന ഒരാളെ എനിക്കറിയാം. നബി പറയാണ്, നബിക്ക് സ്വർഗ്ഗവും നരകമൊക്കെ അറിയേ. അള്ളാഹു തആല നബി തങ്ങൾക്ക് ഒരുപാട് അറിവ് കൊടുത്തിട്ടുണ്ട്. ആ നരകത്തു നിന്ന് അവസാനം വരുന്ന ഒരാളെ എനിക്കറിയാം. അയാളിങ്ങനെ ചന്തി കുത്തി നിരങ്ങിയിട്ടാണ് വരിക. നടക്കാൻ വയ്യ അയാൾക്ക്. സഹഫൻ. അയാളെന്ത് ചെയ്യും? സഹഫായിട്ടാണ് വരിക. ചന്തി കുത്തിയിട്ട് വരിക, മുട്ടിത്തി വരിക എന്നൊരു അർത്ഥമുണ്ട്. കൈയും കാലും ഒക്കെ ഇങ്ങനെ മുട്ടുത്തി കൊണ്ട് വരിക എന്നും അർത്ഥമുണ്ട്. കുട്ടികളൊക്കെ ചെയ്യുന്ന മാതിരി. ഇൻതലിഖ ഫദ്ഖുലുൽ ജന്ന. അപ്പോൾ അവിടെ വരുമ്പം പറയും, പോയിക്കോ, സ്വർഗത്തേക്ക് പോയിക്കോ എന്ന് പറയും. ഫേദഹബുൽ യദ്ഖുലുൽ ജന്ന. അപ്പോൾ അയാൾ സ്വർഗത്ത് കിടക്കാൻ വേണ്ടി പോകും. അപ്പോൾ എന്താ സ്ഥിതി? ഫെജിദുന്നാസ ഖദ് അഖദുൽ മനാസില. ആൾക്കാരൊക്കെ സീറ്റ് പിടിച്ചിട്ടുണ്ട്. മൂപ്പരാകെ നിരാശനായിട്ട് തിരിച്ചു വരും. ആൾക്കാരൊക്കെ അവർ സീറ്റ് പിടിച്ചിട്ടുണ്ട് നേരത്തെ. അപ്പോൾ മൂപ്പർക്ക് സ്ഥലം കിട്ടൂല. അപ്പോൾ അയാൾ തിരിച്ചു വരും. പഠിച്ചോനെ, അത് അഹദന്നാസുൽ മന. ആൾക്കാരൊക്കെ സീറ്റ് പിടിച്ചു, അവരെ പദവികളൊക്കെ വാങ്ങി, എനിക്കെവിടെ, ഞാൻ തിരിച്ചു പോന്നൊക്കെയാണെന്ന് അറിയും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം. അപ്പോൾ അള്ളാഹ് ചോദിക്കും, അതദ്കുറു സമാനല്ലദീ കുൻത ഫീഹി. നീയൊക്കെ ഉണ്ടായിരുന്നൊരു കാലം നീ ഓർക്കുന്നില്ലേ? നീ എവിടെയായിരുന്നു ഇതുവരെ? ആ കാലം ഓർക്കുന്നില്ലേ? കുറേ കാലം നരകത്തിൽ കടന്നു വന്നതല്ലേ എന്നൊക്കെ അർത്ഥത്തിന്. അതേ പഠിച്ചോനെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അയാളോട് പറയും, തമന്ന. എന്നാൽ പിന്നെ നിനക്കെന്താ സ്വർഗത്തിൽ വേണോ? എന്താ വേണ്ടത് ആഗ്രഹിച്ചോ, സീറ്റിട്ട് അതൊന്നും പ്രശ്നമാക്കണ്ട. നിനക്കെന്താണോ വേണ്ടത് അതൊക്കെ അവിടെ കൊതിച്ചോ എന്ന് പറയും. അയാൾ കുറേ ഇരുന്നാട് കൊതിക്കാൻ തുടങ്ങും. എനിക്ക് ഇത്ര കൊട്ടാരം വേണം, എനിക്ക് ഇത്ര തോട്ടം വേണം, എനിക്ക് ഇത്ര മുരളിങ്ങൾ വേണം, എനിക്ക് എത്ര സൗകര്യം വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം. അയാൾ എന്തൊക്കെയാണോ മനസ്സിൽ കൊതിക്കണത് അതൊക്കെ അയാളാണ്ട് കൊതിക്കും. നരകത്തുനിന്ന് ഇപ്പണ്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ അയാൾ കൊതിച്ച് കഴിഞ്ഞിട്ട് അള്ളാഹു ചോദിക്കാൻ, കൊതിച്ച് കഴിഞ്ഞു ചോദിച്ചു. കൊതിച്ച് കഴിഞ്ഞു. ഫൈനലക അല്ലദീ തമന്നൈത വഅസ്റതി അദ്ആ ഫിദ്ദുനിയാ. അപ്പോൾ അള്ളാഹ് പറയും, അപ്പം എനിക്ക് കൊതിക്കാനുള്ളതൊക്കെ കൊതിച്ചില്ല. സ്വർഗത്തിൽ ഇരുന്നാട്ടേ കൊതിക്കണത്, സ്വർഗം കണ്ടിട്ട്. അപ്പോൾ നീ കൊതിച്ചത് എനിക്കുണ്ട്. പിന്നെ ആ ദുന്യാവിൻ്റെ അസ്റത്തി അദ്ആഫി ദുന്യാവിൻ്റെ 10 ഇരട്ടിയിട്ടാണ്. ദുന്യാവ് പറഞ്ഞാൽ എന്തൊക്കെയാണ് കൂട്ടുക? അതിൻ്റെ 10 ഇരട്ടി എനിക്കുണ്ട് എന്നാണ്. നീ കൊതിച്ചതും ദുന്യാവ് എന്ന് പറയുന്നതിൻ്റെ സൗകര്യവും സുഖം എത്ര ഉണ്ട്, അതിൻ്റെ 10 ഇരട്ടി എനിക്ക് തരാൻ തീരുമാനിച്ചു. അപ്പോൾ അയാൾ പറയും, അവിടെ ചെന്നെ പരിഹസിക്കുക, വാന്തൽ മലിക്കു, ഇജ്ജ് രാജാവല്ലേ, എന്നെ പരിഹസിക്കുക ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അയാൾക്ക് കാരണം ഒന്നിനും അറിയാനില്ലാത്ത ആളോടാണ് പറയുന്നത് വേണ്ടത് കൊതിച്ചോന്ന്. എന്നിട്ട് പിന്നെ കൊതിച്ച് കഴിഞ്ഞിട്ട് പറയാണ്, അയാൾക്ക് പരമാവധി ഓരോരുത്തരും കൊതിക്കണതിന് ഒരു കണക്കുണ്ടാവുമല്ലോ. എനിക്കൊക്കെ 10 കിട്ടുക എന്ന് എഴുതിയിട്ട് ഏതായാലും ആൾ ഒരുപാട് കൊതിച്ച് പറയാണ് ദുന്യാവിൻ്റെ 10 ഇരട്ടി കൂടി എനിക്ക് തരാറുണ്ട്. അപ്പോൾ എത്ര വിശാലമായ ലോകം അയാൾക്ക് കൊടുക്കുക. അപ്പോൾ പറയും, പഠിച്ചോനെ ഇജ്ജ് മലിക്കല്ലേ, രാജാവല്ലേ, എന്നെ പരിഹസിക്കല ഒരടിയനെ. ഖാല ഫലഖദ് റഅയ്തു റസൂലല്ലാഹി ളാഹിക ഹത്താ ബദത്ന. ഇത് കണ്ട് പറഞ്ഞപ്പോൾ ഇയാൾ പടച്ചവനോട് ഇങ്ങനെ പറയാണ്, ഈ ദോഷിയായി നരകത്തുനിന്ന് വന്ന ആൾ പടച്ചവനോട് പറയാണ്, ഇജ്ജ് പരിഹസിക്കുകയാണ് പടച്ചവനെ എന്ന്. അപ്പോൾ അയാളെ സ്വാതന്ത്ര്യത്തിനെ പടച്ചവൻ്റെ മുന്നിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് ചിരിച്ചു. ശബ്ദം കേൾക്കുന്ന ഹത്താ ബദത്ത് നവാജിദു. നബിൻ്റെ അണപ്പല്ല് അല്ലെങ്കിൽ കോട്ടില് വരെ കണ്ടുപോയി. ആ വിധത്തിൽ വായി തുറന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചിരിച്ചു. വല്ലാത്തൊരു കൗതുക അത്ഭുതം ഉണ്ടല്ലോ അവിടെ. അയാളോട് പഠിച്ചവനോട് ഇങ്ങനെ പറയണല്ലോ, നരകത്തുനിന്ന് പുറത്താക്കിയിട്ട് സ്വർഗത്ത് പോയിട്ട് സ്ഥലമല്ല എന്ന് പറഞ്ഞാൽ തിരിച്ചെന്നവനോട് പറയണം വേണ്ടതൊക്കെ കൊതിച്ചോ. എന്നിട്ട് കൊതിച്ച് ഇതൊക്കെ കിട്ടുമോ, ഇതൊന്നും കിട്ടൂലേ, കാര്യം എനിക്കത് അർഹമല്ല എന്ന് അറിയുമ്പോൾ അയാളോട് പറയാണ്, ഇതുണ്ട്, പിന്നെ എനിക്ക് ദുന്യാവിൻ്റെ 10 ഇരട്ടിയുണ്ട്, പോയി കയറിക്കോ സ്വർഗത്ത് കടാന്ന്. അതിൽ അയാൾക്കനെ പോലെ ഇത് പരിഹസിക്കുകയാണല്ലോ എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മനുഷ്യൻ്റെ മറുപടിയും പടച്ച റബ്ബിൻ്റെ അവൻ്റെ അടിമകളോടുള്ള കാരുണ്യമൊക്കെ അവിടെ കണ്ടപ്പോൾ നബി തങ്ങൾ എന്ത് ചെയ്തു, വല്ലാതെ അങ്ങോട്ട് ചിരിച്ചു. ഒരു ഹദീസും കൂടി ഉണ്ട്, നേരത്തെ പറഞ്ഞ ഹദീസാണ്. അലി ബിൻ അബി റബീഅത്ത് റളിയല്ലാഹു അൻഹു ഷഹിദു അലിയൻ ഉതിയ ബിദാബത്തിൽ ഇർകബഹ. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുന്നിലേക്ക് വാഹനം കയറാൻ വേണ്ടി ഒരു വാഹനം കൊണ്ടുവരപ്പെട്ടു. അങ്ങനെ അതിൻ്റെ സീറ്റിൽ കാല് വെച്ചപ്പോൾ ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞു. അത് കയറണ ഇതില്ലേ കാല് വെക്കുന്ന ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞു. അങ്ങനെ അത് കയറി ഇരുന്നപ്പോൾ ഇസ്തമാല ലഹരിഹ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു സുബ്ഹാനല്ലദീ സഖറനാ ഹാദാ
ഒമാ കുന്നാ ലഹു മുഖ്രിനീൻ വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഈ വാഹനം നമുക്ക് കീഴ്പ്പെടുത്തി തന്ന അള്ളാഹു പരിശുദ്ധനാണ്. ഒരിക്കലും നമുക്ക് ഒറ്റയ്ക്ക് കീഴ്പ്പെടുത്താൻ പറ്റൂലായിരുന്നു. അള്ളാഹു തആല സംവിധാനിച്ചതുകൊണ്ടാണ് ഈ വാഹനം നമുക്ക് സംവിധാനിച്ച് കിട്ടിയത്. വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. നമ്മുടെ റബ്ബിലേക്ക് മടങ്ങുന്നവരാണ്. നമ്മളൊക്കെ മരിക്കാനുള്ളവരാണ്, നമ്മളൊക്കെ മരിക്കേണ്ടവരാണ്. അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ വാഹനാപകടമൊക്കെ ഉണ്ടാവുമല്ലോ, മരിക്കാനുള്ള സാധ്യത കൂടുതലാണല്ലോ, മൃഗമായാലും ഉണ്ട്, കാറായാലും ഒക്കെ. അപ്പോൾ ആ ഒരു ഓർമ്മയും കൂടി ഉണ്ട്. ആ ഒരു ഓർമ്മയും കൂടി മനസ്സിൽ വെച്ചിട്ടാണ് ഈ യാത്ര ആരംഭിക്കുന്നത്. വാഹനാപകടം ഉണ്ടാകാൻ വേറെ വണ്ടി വന്ന് ഇടിക്കുക, എത്ര ആൾക്കാരെ മരിക്കുന്നത്, അത് സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് ആ ദുആ അവിടെ ഉൾപ്പെടുത്താൻ കാരണം. വൈന്നാ ഇലാ റബ്ബിനാ, നമ്മളൊക്കെ മരിക്കേണ്ട ആൾക്കാരാണ്. യാത്ര പോകുന്ന നേരത്തെ നമുക്ക് ആ ബോധം കൂടെ വേണം. അപ്പോൾ അള്ളാഹുവിനെ സ്മരിച്ചിട്ട് വേണം പോകാൻ. എന്നിട്ട് പറഞ്ഞിട്ട് പറഞ്ഞു അൽഹംദുലില്ലാ 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 അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ സുബ്ഹാനക ഇന്നി ളനംതു നഫ്സി. നീ പരിശുദ്ധനാണ് അല്ലാഹുവേ, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ട് എനിക്ക് പുറത്തു തരണം. ഫൈനഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീ അല്ലാതെ പാപങ്ങൾ പൊറുക്കൂലല്ലോ എന്ന് പറഞ്ഞിട്ട് സുമ്മ ദഹിക, പിന്നെ മൂപ്പര് ചിരിച്ചു. കൂട്ടലൊക്കെ കാണുന്ന വിധത്തിൽ ചിരിച്ചു. ഫഖുൽതു ലഹു മിൻ അയ്യി ഷൈഇൻ ദഹിക്ത യാ അമീറൽ മുഅ്മിനീൻ. അത് മൂപ്പര് ഭരണാധികാരിയാണ്, നിങ്ങൾ എന്താണ് ഇപ്പോൾ ചിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സനഅ കമാ സനഅതു. ഞാനിപ്പോൾ ചെയ്ത മാതിരിയൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യുന്നത് ഞാൻ കണ്ടു. ഇങ്ങോട്ട് നബി ചിരിച്ചു. ഫഖുൽതു മിൻ അയ്യി ഷൈഇൻ ദഹിക്ത. അപ്പോൾ ഞാൻ നബിനോട് ഇതേ ചോദ്യം ചോദിച്ചു, നബി നിങ്ങളിപ്പോൾ എന്തിനാണ് ചിരിച്ചത്? ദിക്റൊക്കെ ചൊല്ലി കഴിഞ്ഞിട്ട് പോകാൻ നേരത്ത്. അപ്പം നബി തങ്ങൾ പറഞ്ഞു ഇന്ന റബ്ബക ലയഅജബു മിൻ അബ്ദിഹി ഇദാ ഖാല റബ്ബി ഇഗ്ഫിർ ലി ദുനൂബി ഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. ഇപ്പോൾ പറഞ്ഞ ദിക്റാണ്. പടച്ചോനെ എൻ്റെ പാപങ്ങളൊക്കെ പുറത്തരണം, നീയല്ലാതെ പാപങ്ങൾ പൊറുക്കൂലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു തആലാക്ക് ഒരു അടിമൻ്റെ കാര്യത്തിൽ അത്ഭുതം. ഈ യാത്ര സന്തോഷത്തിൻ്റെ സന്ദർഭത്തിൽ വാഹനപ്പുറത്ത് കയറിയിരുന്നിട്ടും അവൻ എന്നോട് പൊറുക്കലിനെ തേടുകയാണല്ലോ, നല്ല അടിമയാണ് എന്ന് പടച്ചോന് വല്ലാത്തൊരു സന്തോഷം. അപ്പം ഞാൻ ചിരിച്ചതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലി നബി താലിബ് എന്നവർ വണ്ടി കയറിയായിട്ട് ദിക്ർ ചൊല്ലിയതിനു ശേഷം പിന്നെന്താ പറഞ്ഞത്? അൽഹംദുലില്ലാ 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 അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ സുബ്ഹാനക ഇന്നി ളനംതു നഫ്സി. അല്ലാഹുവേ, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഫഗ്ഫിർ ലി, എനിക്ക് പുറത്തു തരണം. ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീ അല്ലാതെ പാപങ്ങൾ പൊറുക്കൂലല്ലോ എന്നാണ് അലി നബി താലിബ് എന്ന് ചൊല്ലിയിട്ടുള്ളത്. ഇത് നബി തങ്ങൾ ചെല്ലുന്നത് കേട്ടു. നബി തങ്ങൾ അതിന് ശേഷം എന്ത് ചെയ്തു? ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ചിരിച്ചു. അപ്പോൾ നബിനോട് ചോദിച്ചു എന്തിനാണ് ചിരിച്ചത്? അതോ ഞാനിത് പറഞ്ഞപ്പോൾ പടച്ചോന് വലിയ അത്ഭുതം, എന്തോ ഒരു അടിമ, ഇങ്ങനെയൊക്കെ പറയുന്ന അടിമ എന്തോ ഒരു നല്ല അടിമയാണ് എന്ന് അല്ലാഹു തആലാക്ക് അടിമൻ്റെ കാര്യത്തിൽ വലിയ സന്തോഷം. അപ്പോൾ ഈ ദിക്റും ദുആയൊക്കെ പഠിച്ചേക്കുക. സുബ്ഹാനല്ലദീ സഖറനാ ഹാദാ മാ കുന്നെങ്കിലും ചെല്ലുക. നമ്മളെല്ലാ സമയത്തും വാഹനം കയറുന്ന ആളുകളാണല്ലോ. അപ്പോൾ ഈ വിഷയത്തിൽ ഒരു ഹദീസും കൂടെ ഉണ്ട്, അവങ്ങളോട് പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖന്തക്ക് ഇത് നടക്കുമ്പോൾ ചിരിച്ചു. ഇവൻ്റെ ആ നവാജിദുകളൊക്കെ കാണുന്ന വിധത്തിൽ നല്ലോണം കടി ചിരിച്ചു. അങ്ങനെ ചിരിക്കല്ലേ, സാധാരണ പുഞ്ചിരി ഉണ്ടാവുള്ളൂ, അപ്പോൾ മുന്നത്തെ പല്ല് മാത്രമേ കാണുള്ളൂ. അപ്പോൾ നന്നായിട്ട് ചിരിച്ചു. അപ്പോൾ നബി എന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഒരു മനുഷ്യന് ഒരു തുറുസൊക്കെ ആയിട്ട് ഈ ഖന്തക്ക് യുദ്ധം നടക്കുമ്പോൾ ശത്രുക്കളിൽപ്പെട്ട ഒരു മനുഷ്യൻ എന്ത് ചെയ്തു? ഒരു പടത്തോപ്പിയൊക്കെ ഇട്ടിട്ട് വന്നു. അപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു നബിൻ്റെ അടുത്ത ആളാണല്ലോ, അമ്മാവനും കൂടിയാണ് നബിൻ്റെ. മൂപ്പര് നല്ല അമ്പെയ്ത്തായിരുന്നു, ഒരു അമ്പും പേക്കൂല, കൃത്യമായിട്ട് എന്ത് ചെയ്യും? അത് കൊള്ളും. വക്കാന യഖൂലു കദാ വകദാ ബിത്തുർസി യുഗത്തി ജബ്ഹതഹു ഫനസഅലഹു സഅദു ബിസമി. എന്നിട്ട് എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞു. പടത്തോപ്പിയൊക്കെ ഇട്ടിട്ട്, അവന് നെറ്റിയൊക്കെ മറക്കുന്ന പടത്തോപ്പിയാണ്, അപ്പോൾ പിന്നെ അമ്പൊന്നും കൊള്ളൂലല്ലോ. ഒരു ഹെൽമെറ്റ് മാതിരി നിന്ന് കൂട്ടിക്കോളൂ, അപ്പോൾ അമ്പൊന്നും തലക്ക് പറ്റൂലല്ലോ. ഫനസഅലഹു സഅദു ബിസമീൻ. അയാളെന്ത് ചെയ്യുന്നു? സഅദ് റളിയല്ലാഹു അൻഹു ഒരൊറ്റ അമ്പങ്ങട് ചെയ്തു. അയാളെ ഈ വർത്താനം നബിനെ പരിഹസിക്കലൊക്കെ അവിടെ കണ്ടപ്പോൾ, അല്ലെങ്കിൽ അയാൾ ആ അമ്പുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല പടത്തൊപ്പി കൊണ്ട് ഇങ്ങനെ എടുക്കുന്നു വെക്കുന്നു ആ ഹെൽമെറ്റ് മാതിരിയുള്ള ആ സാധനം കൊണ്ട് അയാൾ എടുക്കുന്നു വെക്കുന്നൊക്കെ ചെയ്യുന്നുണ്ട്.
അപ്പോൾ യക്കൂലു എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കും എന്നർത്ഥത്തിന്. അപ്പോൾ സഅദ് റളിയല്ലാഹു ഈ ചാൻസ് നോക്കിയിട്ട് ഒരു അമ്പെടുത്തിട്ടൊന്ന് കൊടുത്തു. തലേന്ന് ഉയർത്തിയപ്പോൾ ഒരൊറ്റേറ് ഫലം യുക്തി ഹാദിഹി മിന്നു, കൃത്യമായിട്ട് അവിടെ കൊണ്ടു, നെറ്റിക്കട കൊണ്ടു. വങ്കല പ്രജുന, അയാളാണ് മറിഞ്ഞു വീണു. ഷാലബി ഡിജിരിഹി, അയാളെ കാലും കണ്ട് ഉയർത്തി മറിഞ്ഞു വീണിട്ട് ഫലാഹിക്കൻ നബി ഹത്തായ നബത്ത്, നബി തല്ലാതെ കണ്ട് ചിരിച്ചു. പിന്നെ കോട്ടുപല്ലൊക്കെ കാണുന്ന നേരത്തിൽ തുള തുറന്നിട്ട് ചിരിച്ചു. കൊൽത്തു മിന ഈശയും ലാഹിക്ക, എന്തിനിപ്പോൾ നബി ചിരിച്ചത് ചോദിച്ചു. അല്ല, ഈ സഅദിൻ്റെ ഒരു വല്ലാത്തൊരു സാമർത്ഥ്യം അയാളെ കണ്ടപ്പോൾ, അയാളിങ്ങനെ ഇടയ്ക്ക് തലേന്ന് അടുത്തൊപ്പി എടുക്കണ വെക്കണ്, വെറുത്തൊപ്പിക്കണ എടുക്ക് വെക്കണം, പക്ഷേ ആ കൃത്യ ടൈം നോക്കിയിട്ട് അത് ഇത്രയും ദൂരത്തുനിന്ന് സഅദ് റളിയല്ലാഹു അങ്ങോട്ട് കൊടുത്തപ്പോൾ നേരെ അങ്ങോട്ട് കൊണ്ടപ്പോൾ നബിക്കൊരു അത്ഭുതം. ഹാ എന്ന് പറഞ്ഞിട്ട് നബി എന്തായി, ചിരിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിൻ്റെ ചിരി എന്ന് പറഞ്ഞാൽ മിക്കവാറും പുഞ്ചിരി തന്നെയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുവേ റഹമുർ-റഹീമായ ഗഫൂറുർ-റഹീമുമായ തമ്പുരാനെ, ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കണേ റഹ്മാനെ. നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല. ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ് റഹ്മാനെ. അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ് അല്ലാഹുവേ. ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കണേ റഹ്മാനെ. നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുകയില്ല. നിനക്കാണ് അതിൻ്റെ അധികാരം. നീ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസുന്നത്ത് പാലിച്ച് പകർത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് ഓരോ ദിവസവും ഞങ്ങളുടെ ഹൃദയത്തിൽ നീ വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹുവേ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കും മക്കൾക്കും ഭാര്യ ഭർത്താക്കന്മാർക്കും നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അവരെ ഞങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാനെ. അവരെ ഞങ്ങളെ നീ സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തണേ റഹ്മാനെ. സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തണേ റഹ്മാനെ. മുത്തഖീങ്ങൾ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, റഹമുർ-റഹീമായ റബ്ബേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, നിൻ്റെ ഹബീബായ മുത്തുനബിയെ ഒരുമിച്ച് പറയാൻ വേണ്ടി ഒരുമിച്ച് കൂടിയവരാണ് ഞങ്ങൾ. ഞങ്ങളെ നീ സ്വർഗത്തിലും ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ഞങ്ങളെ നീ സ്വർഗത്തിലും ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ഞങ്ങളെ നീ നിൻ്റെ പൊരുത്തത്തിലായി സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. ഞങ്ങളുടെ രോഗങ്ങൾ നീ ശിഫിയാക്കണേ റബ്ബേ, ആഫിയത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു